ദേശീയപാതയിൽ മലപ്പുറം വെട്ടിച്ചിറയിൽ ടോൾ പിരിവ് ആരംഭിച്ചതിനെതിരെ പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ. നിർമ്മാണം പൂർത്തിയാകാതെ പിരിവ് നടത്തരുതെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. സ്വകാര്യ ബസ്സുകളെ ടോൾ പിരിവിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഓണേഴ്സ് അസോസിയേഷനും പ്രതിഷേധിച്ചു. 8 മണിയോടെ ടോൾ പിരിവ് ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിഷേധവുമായി ബസ് ഓണേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി. ഒരു ദിവസം 8 തവണയെങ്കിലും ടോൾ പ്ലാസയിലൂടെ ബസ്സിന് കടന്നു പോകേണ്ടി വരുമെന്നും ഒരു തവണ 250 രൂപ നിരക്കിൽ പണം നൽകേണ്ടി വന്നാൽ അത് നഷ്ടമാകുമെന്നും ഉടമകൾ. ഞങ്ങളെ ഓരോ ബസ്സും ഷട്ടിൽ സർവീസാണ്. 12 ട്രിപ്പാണ് ഞങ്ങൾക്ക് വരുന്നത്. അപ്പോൾ 12 ട്രിപ്പിന് ഒരു ടൈപ്പിന് 250 രൂപ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ 12 ട്രിപ്പിന് എത്രയായി? 2000 രൂപ അല്ല, 2500 രൂപയായി. ഈ 2500 രൂപ ഞങ്ങൾക്ക് ബാലൻസ് ആയിട്ട് കിട്ടൂല. അപ്പോൾ ഇവർക്കും വേണ്ടി ഓടണം ഞങ്ങൾ വണ്ടി. പ്രതിഷേധത്തെ തുടർന്ന് 2 ദിവസത്തേക്ക് ബസ്സുകളെ ടോളിൽ നിന്ന് ഒഴിവാക്കി. കുറ്റിപ്പുറത്തും വട്ടപ്പാറയിലും കൂരിയാടും ദേശീയപാത നിർമ്മാണം പൂർത്തിയാകാതെ പിരിവാരംഭിച്ചതാണ് മുസ്ലിം ലീഗിന്റെ പ്രതിഷേധത്തിന് കാരണം. കോട്ടക്കൽ, തിരൂർ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളും ഭാരവാഹികളും പങ്കെടുത്തു. മാർച്ച് ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് തടഞ്ഞു. ദേശീയപാതയിലെ ഏറ്റവും അധികം ചുങ്കം കൊടുക്കേണ്ടത് ഈ വെട്ടിച്ചിറ ചുങ്കത്താണ്. മലപ്പുറം ജില്ലയിലെ ഏക ടോൾ ബൂത്താണിത്. ഈ ടോൾ ബൂത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇത്രയും ഭീമമായ തുക ഈടാക്കുന്നത് എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ടോൾ പിരിവ് അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രതിഷേധം തുടരാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.